ഹായ്, ഞാനിന്നൊരു കുട്ടി സ്റ്റോറി പറയട്ടെ. ഇത് ആർക്കൊക്കെ റിലേറ്റഡ് ആകുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എങ്കിലും പറയാം. ഒരു ഗ്രാമത്തിൽ ആരവ് എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടിയെ കൂടെ അച്ഛൻ്റെ കൂടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം അച്ഛൻ ഫുൾ ടൈം ബിസി ആയിരിക്കും. ഫോണും ലാപ്ടോപ്പും പിന്നെ അച്ഛനൊരു ചെറിയൊരു ബിസിനസ് നടത്തുന്ന ആളായതുകൊണ്ട് അയാൾക്ക് അയാളുടേതായ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മകനോട് സംസാരിക്കാനൊന്നും നേരം കിട്ടില്ല. അപ്പോൾ ഈ മോൻ എപ്പോഴും പറയും, അച്ഛൻ എൻ്റെ കൂടെ ഇരിക്കാവോ, നമുക്ക് പുറത്ത് പോകാം, നമുക്ക് പുറത്ത് ഒരു ചായയൊക്കെ കുടിക്കാം. അപ്പോൾ അച്ഛൻ പറയും, കുറച്ച് സമയം കഴിയട്ടെ മോനെ, കുറച്ച് സമയം കഴിയട്ടെ എന്ന് പറയും. ആരവ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഈ കുറച്ച് സമയം എന്ന് പറയുന്നത് ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു ദിവസം ആരവ് അച്ഛൻ്റെ ഷൂ തുടയ്ക്കുന്ന സമയത്ത് അച്ഛനോട് ചോദിച്ചു, അച്ഛൻ നിങ്ങൾക്ക് ഒരു ദിവസം എത്ര രൂപ വെച്ച് കിട്ടുമെന്ന് ചോദിച്ചു. അപ്പം അച്ഛൻ ചിരിച്ചിട്ട് പറഞ്ഞു, നീ ഇതെന്തൊരു ഫണ്ണി ചോദ്യമാണ് ചോദിക്കുന്നത്, ഞാൻ ലക്ഷങ്ങൾ പൈസ ഉണ്ടാക്കുന്നുണ്ട് ഒരു ദിവസം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും ആരവ് പറഞ്ഞു, അച്ഛാ എൻ്റെ കുടുക്കയിൽ കുറച്ച് പൈസയുണ്ട്, ഞാനത് അച്ഛന് തരാം, അച്ഛൻ എനിക്ക് കുറച്ച് ടൈം തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആരവിൻ്റെ അച്ഛനത് നെഞ്ചിലിങ്ങനെ ഭയങ്കര ഒരു ഭാരമായിട്ട് തോന്നി. അച്ഛൻ പൈസ ഉണ്ടാക്കുന്ന തിരക്കിൽ മോന് കൊടുക്കേണ്ട ഒരു ടൈം ഉണ്ടായിരുന്നു, അത് അച്ഛൻ ശ്രദ്ധിച്ചില്ല. പണം ഉണ്ടാക്കി, പക്ഷെ നഷ്ടപ്പെട്ടു പോയ സമയം കിട്ടിയില്ലല്ലോ. അന്ന് അവൻ്റെ അച്ഛനൊരു തീരുമാനം എടുത്തു. അച്ഛൻ ലാപ്ടോപ്പും ഫോണും കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച്, തിരക്കുകളെല്ലാം മാറ്റിവെച്ച് അവൻ്റെ കൈ പിടിച്ച് പുറത്തേക്ക് കൂടി പോയി. അവന് ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിച്ചു കൊടുത്തു, അവൻ്റെ കൂടെ കളിച്ചു, ബീച്ചിൽ പോയി, അവനെ ഭയങ്കരമായിട്ട് ഹാപ്പിയാക്കി. തിരിച്ചു വരുമ്പോൾ ആരവൻ്റെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇന്നെനിക്ക് ഭയങ്കര സന്തോഷമാണ്, ലോകം കീഴടക്കിയ സന്തോഷമുണ്ട് എനിക്ക് എന്ന് പറഞ്ഞു. അപ്പോഴാണ് അച്ഛൻ റിയലൈസ് ചെയ്യുന്നത്, അവൻ്റെ ആ ഒരു സന്തോഷമില്ലേ, ആ സന്തോഷത്തിൻ്റെ മേളിലല്ല അച്ഛൻ ഇത്രയും കാലം ഉണ്ടാക്കിയ പണവും സമ്പാദ്യവും ഒന്നും. ആ സന്തോഷം കാണുമ്പോഴാണ് അച്ഛൻ്റെ കണ്ണ് നിറഞ്ഞു. അവൻ്റെ ആ ഒരു സന്തോഷവും അവൻ്റെ ആ ഒരു സ്നേഹവും ഇത്രയും കാലം അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മോന് അത് കൊടുക്കാൻ പറ്റിയല്ലോ എന്ന് ഓർത്തിട്ട് അച്ഛന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പൈസയൊക്കെ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റും ആരോഗ്യമുള്ളിടത്തോളം കാലം. പക്ഷെ പോകുന്ന സമയമുണ്ടല്ലോ, അതൊരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റില്ല. നമ്മൾ ബന്ധങ്ങളിൽ കൊടുക്കേണ്ട കുറച്ച് സമയമുണ്ട്, ക്വാളിറ്റി ടൈം എന്ന് പറയും, അത് നമ്മൾ കൊടുക്കുക തന്നെ വേണം. നമ്മൾ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ഒരു ടൈമുണ്ട്, അതിൽ ടെൻഷനും സ്ട്രെസ്സും പിന്നെന്താ ഫാമിലി പ്രഷർ, ജോബ് സ്ട്രെസ്സ്, ഇതൊന്നും കൊണ്ട് വലിച്ചു വാരിയിട്ട് ആ ബന്ധം അലിക്കുലിത്താക്കുന്നതിലേക്കും ഭേദം അവരുടെ കൂടെ കുറച്ച് നേരം ഇരിക്കുക. നമുക്ക് ആരാണോ പ്രിയപ്പെട്ടവർ അവരുടെ കൂടെ നമ്മൾ കുറച്ച് സമയം ഇരിക്കുക, അവർക്ക് പറയാനുള്ളത് കേൾക്കുക, അവരെ സ്നേഹിക്കുക, പ്രയോറിറ്റി കൊടുക്കുക. അതല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കിയ സമ്പാദ്യങ്ങളൊന്നും പോരാണ്ട് വരും അവരെ തിരിച്ചു പിടിക്കാനായിട്ട്. ബന്ധങ്ങൾ നഷ്ടപ്പെട്ടിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പണം മാത്രമായിട്ട് മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. പണം കൊണ്ട് മാത്രം എല്ലാവരും പറയും പണം വേണം വേണ്ടാന്നല്ല, പക്ഷെ നമ്മൾ ബന്ധങ്ങളെ അറുത്ത് മുറിച്ച് മാറ്റിയിട്ടല്ല നമ്മൾ പണം സമ്പാദിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഓക്കെ, ഹാപ്പി ലൈഫ്.